என் நெஞ்சில் குடியிருக்கும் எனது நண்பா நன்றிகள் எல்லாருக்கும் வணக்கம். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മനി യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ട്രൂ ബാലൻസ്. നമ്മൾ തമ്മിൽ കാണിച്ച പോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് 5% നമുക്ക് റഫറൽ ബോണസ് ആയിട്ട് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സംഭവം കിട്ടുമോ എന്നുള്ളത് ശരിയാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഒരു കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉണ്ടാകുന്നതാണ്. നമ്മൾ വന്നിട്ട് ഒരു വ്യക്തിയോടോ ആരോടും പോലും ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് ലോൺ എടുക്കാനൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ, എവിടെയാണ് ഇത് ബേസ്ഡ് ആയിട്ടുള്ള തുടങ്ങിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് എനേബിൾ ആയിരിക്കും പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ഒരു ഗീവ് എവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിന്നർ വന്നിട്ട് നമ്മൾ വീഡിയോ ലാസ്റ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ലാസ്റ്റ് വരെ കാണുക വെച്ചാൽ വിന്നറെ കാണുന്നതാണ്. അതുപോലെ നമ്മൾ ആ പേടിഎമ്മിൻ്റെ ഒക്കെ ആപ്പിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് റിവ്യൂ ചെയ്തതിൽ നമ്മൾ വന്നിട്ട് അതിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വിന്നറെ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ആൾക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഞാൻ പറയുന്ന ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട് ട്രൂ ബാലൻസ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട്. ഇത് വന്നിട്ട് ഒരു ഇന്ത്യൻ കൊറിയൻ കമ്പൈൻഡ് കമ്പനീസാണ്. അതായത് ഇന്ത്യൻ കൊറിയൻ ബേസ്ഡ് ആയിട്ട് കമ്പനീസാണ് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചൊരു പ്രൊണൗൺസിയേഷനിലൊക്കെ തെറ്റ് വരിക ക്ഷമിക്കുക. കാരണം എനിക്ക് കൊറിയൻ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കാര്യങ്ങളൊന്നും അത്ര പക്കയായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് വന്നിട്ട് ഫസ്റ്റ് ഈ ആപ്പ് എന്നാണ് ലോഞ്ച് ആയിട്ടുള്ളത്, ഏതൊരു NBFC ആണ് ഇതിന് വന്നിട്ട് ഫണ്ടിങ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വന്നിട്ട് ഓൾറെഡി ഫോൺ നോക്കിയിട്ടാണ് ഇത് പറയാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഫസ്റ്റ് വന്നിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിട്ടുണ്ട്. ട്രൂ ബാലൻസ് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓൾമോസ്റ്റ് ഒരു 10 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഓൾറെഡി ഇതായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 4.3 റേറ്റിംഗുള്ള ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ വന്നിട്ട്. പിന്നെ ഇതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളാണ് പൊതുവെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ മറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു റിവ്യൂ കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ ലഭിച്ചതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമ്മളിപ്പോൾ അവരുടെ വെബിൽ കയറിയിട്ട് ട്രൂ ബാലൻസ് എന്ന് സെർച്ച് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് വന്നിട്ട് ഇതുപോലെ ഇപ്പോൾ കാണുന്ന ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മളതൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ ഇവരെ ആ ലോണിൻ്റെ നമ്മളെ ആപ്പിൽ കാണിച്ച പിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെ വെബ്സൈറ്റിലുള്ളത്. ഇവരുടെ സർവീസിൻ്റെ ഡീറ്റെയിൽസ് 24/7 ഇവർ അവൈലബിൾ ആയിരിക്കും. 75+ മില്യൺ ഡൗൺലോഡ്സ് ടോട്ടൽ വന്നിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ചിലപ്പോൾ അത് എക്സ്ട്രാ ആണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ 10 മില്യൺ അതിന് പുറമെ 75 മില്യൺ ഡൗൺലോഡ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവരെ ആക്സസ് ഞാനിത് ആപ്പ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അവരിന്ന് ഒരു ഇൻസ്റ്റന്റ് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ അവർ പറയുന്ന പോലെ ഈസി ആക്സസ് ആണ്. കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. RBI ലൈസൻസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. ആ RBI ലൈസൻസ് കമ്പനി ഉള്ളതാണോ ഇല്ലേ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ ഇൻസ്റ്റന്റ് ആൻഡ് ഫാസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ നല്ല സ്പീഡിലൊക്കെ തന്നെയാണ് ഫണ്ടും കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൽ ബേസിക് ആയിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എനേബിൾ ആയി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടി വന്നിട്ട് ഇവരെ വന്നിട്ട് ഏത് ഫണ്ടിങ് ഏജൻസിയാണ് ഇവർക്ക് വന്നിട്ട് ഈ ഫണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വന്നിട്ട് ട്രൂ ക്രെഡിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടോയെന്ന് നമ്മളിതിൽ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് സംഭവം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ക്രോമിൽ വന്നിട്ട് സെർച്ച് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് മുതലാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരെ കുറിച്ചിട്ട് ഇപ്പോൾ പല കമ്പനീസ് ഇവരെ കുറിച്ച് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിൽ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവരുടെ പേജിലേക്ക് തന്നെ പോയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇവരെ കുറിച്ച് റിവ്യൂ ചെയ്തുള്ള കമ്പനികളുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ട്രൂ ബാലൻസിൻ്റെ വന്നിട്ട് നമുക്ക് കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ truecredits.in എന്ന് കാണാം. ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചുള്ള പേജ് ആവുന്നതാണ് ആ കളർ അങ്ങനെ കാണിക്കുന്നത്. നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ പോളിസി ഗൈഡ് ലൈൻസിൻ്റെ പേജാണ് ഫസ്റ്റ് വരിക. അപ്പോൾ നമുക്ക് വന്നിട്ട് ഇവരെ ബോട്ടിലേക്ക് തന്നെ ആദ്യം പോകാം. നമുക്ക് അതാണല്ലോ അറിയേണ്ടത്, ഇവരെ ഡീറ്റെയിലും കാര്യങ്ങളും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കൊറിയൻ ചേട്ടൻ്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിലവർ വന്നിട്ട് നെക്സ്റ്റ് ജനറേഷൻ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ് നല്ല രസമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവർ പറയുന്നത് അൺഡിസർവ്ഡ് ആയിട്ട് ആൾക്കാർക്ക് കിട്ടാത്തവർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ടാഗ് ലൈനാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവരെ ലീഡർഷിപ്പ് ടീമിനെ കുറിച്ച് പറയുക വെച്ചാൽ ഫൗണ്ടർ ആൻഡ് ഗ്രൂപ്പ് CEO എന്ന് പറഞ്ഞാൽ ചാർലി ലീ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫൗണ്ടർ CPO വന്നിട്ട് ജെ ലീ എന്ന് പറയുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ വിക്ടർ ചോയ് എന്നാണ്. അതുപോലെ നമ്മളൊരു ഇന്ത്യൻ ഡയറക്ടർ അത് വന്നിട്ട് ഒരു വിശാൽ ഭാട്ടിയ.
ആളാണ് ഇന്ത്യയിലത്തെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കൊറിയൻ ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ വിശാൽ ഭാട്ടിയാണ് ഇന്ത്യയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് ഉണ്ട്, ഗ്രൂപ്പ് ഹെഡ് വന്നിട്ട് അജിത് സിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഹെഡ് വന്നിട്ട് രോഹിത് എന്ന് പറഞ്ഞിട്ട് വ്യക്തിയിട്ടുണ്ട്. അതുപോലെ CTO ജാക്ക് യോൺ എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെ ഗ്രൂപ്പ് ബോർഡ് മെമ്പർ യുവാങ് യു ചാങ്, ഇങ്ങനെയാണ് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുക. അപ്പം ഇത്രയാണ് ഇവരുടെ മെയിൻ ടീം. അതുപോലെ തന്നെ ഇവരുടെ ബാക്കി ടെക്നിക്കൽ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ എംപ്ലോയീസിനോടുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇവരിൽ തന്നെ ജോബ് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഒരു സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ മെമ്പേഴ്സ് ഇവരതിനെ കുറിച്ച് പറഞ്ഞുള്ളതൊക്കെയാണ് ഇവരുടെ സൈറ്റിൽ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല രീതിയിൽ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പിന്നെ ഇവർ RBI റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേം തന്നെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവരെ ഇൻവെസ്റ്റർ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞ കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ആനുവൽ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ഇവരുടെ സൈറ്റിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞാൽ MBSC സ്കീമിൻ്റെ എല്ലാ പ്രൈവറ്റ് പോളിസീസും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അവരുടെ സൈറ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം. നമ്മളതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതുപോലെ വന്നിട്ട് നമ്മളിപ്പോൾ ഇന്ത്യയിലെ അവരുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ട്രൂ ബാലൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹോണ്ട സിറ്റി സെൻറ്റർ മെട്രോ സ്റ്റേഷൻ 5th ഫ്ലോർ ഗാരഗോൺ, ഹരിയാനയിലാണ് ഇവരുടെ ബാക്കി ഹെഡ് ഓഫീസ് പോലെ ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വേറെ കസ്റ്റമർ റിലേഷൻഷിപ്പ് ID കാര്യങ്ങൾ, മെയിൽ ID കാര്യങ്ങളൊക്കെ ഇതിൽ ലഭ്യമാണ്. ഓക്കെ, ഇനി വന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ട്രൂ ബാലൻസ് അപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിത് മിനിമൈസ് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ വന്നിട്ട് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രൂ ബാലൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഓൺലൈൻ വീഡിയോസിൻ്റെ ഇത് കുറച്ച് ഡിലേ ആയി വരാൻ കാരണം വെച്ചാൽ നമ്മൾ ഈ ലോണ് എടുത്തതിന് ശേഷം അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് തന്നെ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലോൺ ഒരു സമയത്ത് എടുക്കാൻ പറ്റില്ല, നമ്മുടെ സിബിലിനെ എഫക്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മളൊരു മാസ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വന്നിട്ട് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. നമ്മൾ ട്രൂ ബാലൻസ് ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡാണ്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ കാണിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ ടുഗദർ വിത്ത് കൊറിയ, അത് കാണിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വന്നിട്ട് ഫസ്റ്റ് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഈ ലോണിൻ്റെ ഒരു ബാനർ പോലത്തെ സംഭവം കാണിക്കും. അപ്ലൈ നൗ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ള കാരണം എനിക്ക് എനേബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് ഞാൻ എടുത്ത ഡീറ്റെയിൽസ് വ്യൂ ആണ്. ഞാൻ വന്നിട്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ട് 6,870 രൂപയാണ് കിട്ടിയത്. അത് വന്നിട്ട് നമുക്ക് 2 EMI ആയിട്ട് റീപേയ്മെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് ഈ വരുന്ന December 6-നാണ് വരുന്നത്. അതുപോലെ സെക്കൻഡ് വന്നിട്ട് January 6-നാണ് ഇത് വരുന്നത്. ഇതിൽ വന്നിട്ട് വേറെ നമുക്ക് പല ഓപ്ഷൻസ് കാര്യങ്ങളുള്ള ആപ്പിൽ അവൈലബിൾ ആണ്. അത് വന്നിട്ട് നമുക്ക് മൊബൈൽ ബില്ല്, DTH കാര്യങ്ങൾ, അതുപോലെ ബ്രോഡ്ബാൻഡ്, ട്രെയിനിൻ്റെ ടിക്കറ്റ്, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, ഗ്യാസ്, വാട്ടർ തുടങ്ങിയ ഒരുവിധ എല്ലാ സർവീസസും കാര്യങ്ങളും വന്നിട്ട് നമുക്ക് വരെ ആപ്പിലൂടെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരിത് വെച്ചതിൻ്റെ ഒരു റീസൺ കൂടി ഞാൻ ഈ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വന്ന മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഇവരുടെ ആ 5% റെഫറൽ അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലൈൻ കാണിക്കും റെഫർ ടു എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഒരാൾക്ക് ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരാൾക്ക് ഇത് റെഫർ ചെയ്തിട്ടുള്ളൂ, വേറെ ആരും അധികം ആൾക്കാർക്കൊന്നും റെഫർ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റത്തെ ആൾ വന്നിട്ട് എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് ലോൺ എടുത്തു. അപ്പോൾ സ്പോട്ടിൽ തന്നെ എനിക്ക് വന്നിട്ട് 85 രൂപ ഏൺഡ് ക്യാഷ് ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ പെൻഡിങ് ക്യാഷ് വന്നിട്ട് 57 രൂപ ബാലൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക എത്ര രൂപയായിരിക്കും ആൾ ലോൺ എടുത്തിട്ടുണ്ടായിരിക്കുക. അതായത് 85 + 57 ആണ് ആ 5% ലോൺ എമൗണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എത്ര രൂപയായിരിക്കും അപ്പോൾ ലോൺ കിട്ടിയിട്ടുണ്ടായിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ഇതിൽ എങ്ങനെ ഇത് വർക്ക് ആവുമെന്ന് വെച്ചാൽ ഫസ്റ്റ് വന്നിട്ട് 85 രൂപ വന്നിട്ട് 3% ആണ്. അതായത് നമ്മൾ ആ വ്യക്തി ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5%-ലെ 3% വന്നിട്ട് ഫസ്റ്റ് ക്രെഡിറ്റ് ആവും. പിന്നത്തെ 2% വന്നാൽ ഇപ്പോൾ 2 EMI ആയിട്ടാണ് ആൾക്ക് വരുന്നത് വെച്ചാൽ ആദ്യത്തെ ആൾ EMI ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 1% കയറും. അതുപോലെ ബാലൻസ് ഉള്ള ഒരു EMI ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 1% കയറും. അങ്ങനെ 3+2 അങ്ങനെയാണ് നമുക്ക് ഈ എമൗണ്ട് കിട്ടുക. അതായത് ലോൺ എടുക്കുമ്പോഴും അതിൻ്റെ റീപേയ്മെൻറ്റ് കറക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് ഈ എമൗണ്ട് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലിങ്കിൽ നമുക്ക് റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് നെറ്റ് പേയ്മെൻറ്റ് ഉപയോഗിച്ച് വേണം നമുക്കത് ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് വന്നിട്ട് എന്താ വെച്ചാൽ നമുക്ക് വന്നിട്ട് നമ്മുടെ ഈ റെഫറൽ ബോണസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലോൺ ഇതിൽ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ അടുത്ത ലോണ് നമ്മൾ ഒരുപാട് പേർക്ക് ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യാന്ന് വെച്ചാൽ നമുക്കിത് വന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് നമ്മൾ ലോൺ റീപേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് കാർഡുകൾ ഉണ്ടാക്കി നമ്മൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം. നേരത്തെ പറഞ്ഞ എല്ലാം, അതായത് മൊബൈൽ റീചാർജ്, DTH റീചാർജസ്, അതുപോലെ
ടിക്കറ്റ് ബുക്കിംഗ് എല്ലാം, ഗ്യാസ് ബുക്കിംഗ് എല്ലാം നമുക്ക് ഈ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ആപ്പിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ആ ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മുടെ വാലറ്റിൽ വരും, അത് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഈ ഒരു സംഭവം ഞാൻ എന്തായാലും ഫെബ്രുവരിയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ചെയ്യുന്നുണ്ട്. നമ്മൾ റെഫർ ചെയ്ത് എത്ര എണ്ണം കിട്ടി, എത്ര രൂപ കൊണ്ട് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഏതെങ്കിലും ഒരു റീചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ 5% ക്യാഷ് നമുക്ക് വന്നിട്ട് അവൈലബിൾ ആയിട്ട് ലഭിക്കുക. ഓക്കെ, പിന്നെ ഇതിൽ വന്നിട്ട് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യുന്ന വ്യക്തി ഇപ്പോൾ ഡ്യൂ ആകുന്നൊക്കെ വെച്ചാൽ നമുക്ക് തന്നെ അവരെ നോട്ടിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്ക് തോന്നി വെച്ചാൽ നമ്മൾ ലോൺ എടുത്താൽ തന്നെ നമ്മളെ കോള് വരും. അതായത് ഒരു 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരു കോള് വിളിക്കും. പിന്നെ ഹൈലൈറ്റ് തോന്നി വെച്ചാൽ ഫ്രോഡ് സ്പാം ഒന്നും പറഞ്ഞിട്ട് ട്രൂ കോളർ വന്നിട്ട് നെഗറ്റീവ് അടിച്ചൊരു കോളല്ല വന്നത്. ബാക്കി നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചോപ്പ് അടിച്ച് കാണിക്കണമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ വന്നിട്ട് അങ്ങനെ ആരും ഫ്രോഡായിട്ടൊന്നും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഇമ്പ്രഷൻ തോന്നി. അപ്പോൾ വന്നിട്ട് ഇതിൽ ചെക്ക് ചെയ്തപ്പോൾ അവർ വിളിച്ചു, നമ്മളോട് നമ്മുടെ ലാംഗ്വേജ് അനുസരിച്ച് തന്നെ അവരുടെ ടെലികോളർ സംസാരിക്കും. എന്നോട് തമിഴ്നാളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആൾ മലയാളം സംസാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞ എങ്ങനെയുണ്ട് നമ്മുടെ ആപ്പ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നന്നായെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ റെഫർ ചെയ്യുക, അപ്പോൾ റെഫർ ചെയ്യുമ്പോൾ 5% കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ നമ്മൾ ലോണിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർക്ക് ഒന്നുകൂടി നമുക്ക് കൺഫേം ചെയ്ത് പറഞ്ഞുതരും. പിന്നെ വേറൊരു ഹൈലൈറ്റ് വെച്ചാൽ അവർ ഓവറായിട്ട് നമുക്ക് സ്പാം മെസ്സേജസ് അതുപോലെ കോൾസ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതായത് എനിക്ക് നല്ല കാര്യം തോന്നി, ചില ആപ്പുകളിലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജസ് അതുപോലെ തന്നെ സ്പാം കോൾസ് കാര്യങ്ങളൊക്കെ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ട്രൂ ബാലൻസിൽ വന്നിട്ട് അതൊരു നല്ലൊരു പോസിറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചുള്ളത്. അപ്പോൾ ഇതിൻ്റെ റീപേയ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഇനി അത് ഉപയോഗിച്ചിട്ട് നമുക്ക് റെഫറൽ ബോണസ് കിട്ടിക്കൊണ്ടുള്ള നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ എന്തായാലും ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ വിന്നറിൻ്റെ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ വന്നിട്ട് ഞാൻ ഓൾറെഡി ചെയ്തതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ടാണ് യൂട്യൂബിൽ നമ്മൾ ആ കമൻറ്റ് സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോ ഇപ്പോൾ ഇതിനൊപ്പം പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ആ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നിന്ന്. നമ്മൾ ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് വന്നിട്ട് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്പെസിഫിക് വീഡിയോയുടെ. അത് വന്നിട്ട് നമ്മൾ യൂട്യൂബ് കമൻറ്റ് സെലക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് ഉപയോഗിച്ച് നമ്മൾ അവരുടെ അതിൽ ആ ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ആ സെലക്ട് ചെയ്ത ലിങ്ക് വന്നിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ റിപ്പീറ്റഡ്, അതായത് കുറേ പേര് 1-2 തവണ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കേസുകൾ വന്നിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ഫെയർ ആയിട്ടുള്ളൊരിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ ഗെറ്റ് കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര കമൻറ്റ് ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ വന്നു എന്നുള്ളത് വന്നു. ഒരു 85 കമൻറ്റോളം വന്നിട്ടുണ്ട്. ഓക്കെ, റിപ്ലൈ ഇതൊന്നും ഇതിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മളത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെലക്ഷനും പ്രോസസ്സും കാര്യങ്ങൾ വരും. ഇപ്പോൾ നമ്മുടെ അരുൺ UK ആണ് ഇതിൽ വിന്നറായിട്ടുള്ളത്. കൺഗ്രാജുലേഷൻ അരുൺ. അപ്പോൾ അരുണിൻ്റെ ലൊക്കേഷൻ അറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു അരുൺ എന്ന് പറഞ്ഞൊരു വ്യക്തി ആളാണ് ഇതിൽ വിന്നറായിട്ടുള്ളത്. ഞാൻ അരുണിനെ വന്നിട്ട് നമ്മൾ വന്നിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഇത് ചെയ്തത്, കമൻറ്റ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇന്നലെ വന്നിട്ട് ഞാൻ അരുണിനൊക്കെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾക്ക് മെയിൽ അയക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തു. ആളെ എനിക്ക് ഇതുവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആൾ വീഡിയോ കാണുന്നുണ്ട് വെച്ചാൽ അർജൻറ്റായിട്ട് എനിക്ക് ആ മെയിലിൽ നിന്ന് റിപ്ലൈ തരിക, അല്ലെങ്കിൽ നമ്മുടെ ആ വീഡിയോയിലെ കമൻറ്റിൽ താങ്കളുടെ മെയിൽ ഐ ഡിയോ അതുപോലെ കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ കൊടുക്കുക, ഇൻസ്റ്റാഗ്രാമിലത്തെയോ വാട്സപ്പിലത്തെ എങ്ങാനും. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് ടിക്കറ്റ് എത്രയും പെട്ടെന്ന് ആൾക്ക് എത്തിച്ചേരാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി പ്രീ ബുക്കിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മരക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് മരക്കാറ് ഫിലിം December 2 റിലീസ് ആവുകയാണ്. ഒരു വമ്പൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.